സുഹൃത്തുക്കളെ, കൊടിയത്തൂര് PTM ഹൈസ്കൂളിലെ ഹെഡ്മാസ്റ്റർ ജി സുധീറിനെയും അവിടുത്തെ മറ്റ് അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിവാദ്യം ചെയ്യും. എൻ്റെ നാട്ടുകാരൻ നിസാം എന്നോട് പറഞ്ഞത് ജൂൺ 5-ാം തീയതി വളരെ ക്ഷേമമായിട്ട് അവിടെ പരിസ്ഥിതി ദിനം കൊണ്ടാടുന്നുണ്ട്. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നുവെച്ചാൽ എല്ലാ പാഠാലയങ്ങളിലും എല്ലാ കലാലയങ്ങളിലും എല്ലാ സർവകലാശാലകളിലും വിദ്യാർത്ഥികളെ നമ്മൾ പഠിപ്പിക്കേണ്ടത് പാഠപുസ്തകം പഠിക്കും പോലെ പ്രകൃതിയെ പഠിക്കാനുണ്ടെന്ന്, പാഠപുസ്തകത്തെ സ്നേഹിക്കുന്നത് പോലെ പ്രകൃതിയെ സ്നേഹിക്കാനുണ്ടെന്നാണ്, നമ്മളെ കുടുംബക്കാരെ സ്നേഹിക്കുന്നത് പോലെ പ്രകൃതിയെ സ്നേഹിക്കാനുണ്ടെന്നാണ്. വെള്ളം, മരം, പറവകൾ, അങ്ങനെ അത് പറഞ്ഞു വന്നാൽ അറ്റല്ല. ഞാനൊരു ചെറിയ കാര്യം ഇപ്പോൾ നിങ്ങളോട് ചോദിക്കാം. നിങ്ങളുടെയൊക്കെ വീട്ടില് മുറ്റത്ത് ഇന്റർലോക്ക് വെച്ചിട്ടുണ്ടോ? ആലോചിച്ചാൽ മതി. അതൊരു വലിയ പരിഷ്കാരമാണ്. ഇപ്പോൾ എന്റെ വീട്ടിൽ ഇന്റർലോക്ക് വെച്ചിട്ടില്ല. അപ്പൊ വരുന്ന പലരും ചോദിക്കും. അപ്പൊ ഞാൻ പറയും, എന്റെ പേരക്കുട്ടി ഉണ്ട് ഇവിടെ. അന്ന് അവള് മണ്ണ് കളിച്ചാൽ മതി. മനുഷ്യന് മണ്ണിൽ കളിക്കണം. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്നുവെച്ചാല് നിങ്ങളുടെ കിണറ്റിലെ വെള്ളം കുറയും ഇന്റർലോക്ക് വെച്ചാൽ. എന്താ കാരണം? മുറ്റത്ത് വീണ മഴവെള്ളം മുറ്റത്ത് താഴണം. അതാണ് പിന്നീട് കരുവായിട്ട് കിണറ്റിൽ നമുക്ക് കിട്ടുന്നത്. അപ്പൊ കിണറ്റില് വെള്ളം പറ്റി അല്ലെ വെള്ളം താന്നുപോയി എന്ന് പരാതി പറയുന്നവര് ഈ ഇന്റർലോക്ക് വെച്ചിട്ടാണ് പറയുന്നത് എന്നാണ് ഭൂരിഭാഗവും എന്റെ നിരീക്ഷണം, അഭിപ്രായം. അതുകൊണ്ട് ആ തരത്തില് നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കുക എന്ന് ഒരു ദൃഢപ്രതിജ്ഞ മനസ്സിൽ അല്ലെങ്കിൽ പുറമേക്ക് എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന ആശംസയോടുകൂടി ഞാൻ നിങ്ങളുടെ പരിസ്ഥിതി ദിനാഘോഷത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. ഈ വാക്കുകളോടുകൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ വർഷത്തെ സന്ദേശം എക്കോസിസ്റ്റം റെസ്റ്റോറേഷൻ എന്നുള്ളതാണ്. പരിസ്ഥിതി പുനഃസ്ഥാപനം. സാധാരണഗതിയിൽ നമ്മൾ ജൂൺ 5-ന് ഒരു മരം നട്ട് ആ ദിനം ആഘോഷിച്ച് അതോടുകൂടി നമ്മുടെ പരിസ്ഥിതിയോടുള്ള സ്നേഹവും പ്രവർത്തനങ്ങളും അവസാനിപ്പിക്കുന്ന ഒരു രീതി ഇന്ന് കേരളത്തിൽ കാണുന്നു. നമ്മൾ പ്രിയ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അറിയേണ്ട കാര്യം, നമ്മളിപ്പോൾ ലോക്ക്ഡൗണിലാണ്. ഈ ഒരു സമയത്ത് നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ ശ്രദ്ധിക്കാവുന്ന ഒരു സമയമാണ്. കുട്ടികൾ നിങ്ങളുടെ വീട്ടുപരിസരത്ത് ഇറങ്ങിയിട്ട് എത്ര ചെടികൾ എൻ്റെ വീട്ടുപരിസരത്തുണ്ട്, അതിൻ്റെയൊക്കെ ഒരു പേരുണ്ടാക്കി കഴിഞ്ഞാൽ ഒരു മനോഹരമായ ഒരു പ്രവർത്തനമായിട്ടത് മാറും. നമുക്ക് തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്. ഇത് മാത്രമായിരിക്കില്ല ഒരു പക്ഷേ നിങ്ങളുടെ വീട്ടുമുറ്റത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത്. വ്യത്യസ്തമായ പുൽച്ചെടികൾ നിങ്ങളുടെ പറമ്പിൽ കാണാൻ സാധിക്കും. വള്ളിപ്പടർപ്പുകൾ കാണാൻ സാധിക്കും. അതിലൊക്കെ വിരുന്നു വരുന്ന പൂമ്പാറ്റകളെ നിങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങും. ആ പൂമ്പാറ്റകൾ മുട്ടയിടുന്നതും തേൻ നുകരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. പൂമ്പാറ്റകൾ, വൈവിധ്യമാർന്ന പൂമ്പാറ്റകൾ വ്യത്യസ്തമായ പൂക്കളിൽ തേൻ നുകരാൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. പൂമ്പാറ്റകൾ തേൻ നുകരുന്നു, അതോടൊപ്പം തന്നെ ചിലപ്പോൾ അവർ മുട്ടയിടുന്നു. മുട്ടയിടുന്നതും വ്യത്യസ്ത ചെടികളാണ്. മുട്ടയിടുന്ന ചെടികളെ നമ്മൾ ഹോസ്റ്റ് പ്ലാന്റുകൾ, അതായത് ലാർവാ ഭക്ഷണ സസ്യം എന്നാണ് പറയുക. അങ്ങനെ ലാർവാ ഭക്ഷണ സസ്യവും പൂക്കളുമുള്ള ഒരു തൊടി, ഒരു പറമ്പാണ് നിങ്ങളുടേതെങ്കിൽ നമുക്കറിയാം അവിടെ ധാരാളം പൂമ്പാറ്റകൾ വന്നു വരും. അപ്പം നിങ്ങളൊരു പൂമ്പാറ്റകളുടെ ലിസ്റ്റ് തയ്യാറാക്കണം. ഇതിൽ നിന്ന് നമുക്ക് മറ്റൊരു കാര്യം കൂടി മനസ്സിലാകും. പുഴുക്കൾ ധാരാളം, പൂമ്പാറ്റകൾ മുട്ടയിടുമ്പോൾ അത് പുഴുവായിട്ട് വിരിഞ്ഞിറങ്ങുന്ന ലാർവ എന്ന് പറയുന്നത്. ഇതിനെ ആഹരിക്കാൻ അവിടെ പക്ഷികൾ വന്നു ചേരും. അപ്പോൾ പക്ഷികളും പൂമ്പാറ്റകളും ചെടികളും പൂക്കളും നിറഞ്ഞ നിങ്ങളുടെ ഒരു തൊടിയിൽ, നിങ്ങളുടെ പരിസരത്ത് നിങ്ങളൊന്ന് ഏതാനും ദിവസങ്ങൾ ഇറങ്ങി നോക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് മനസ്സിലാകും. അവിടെ തൊടിയിൽ ഈ പറയുന്നതല്ലാതെ ധാരാളം പുൽച്ചാടികൾ, കുറേ ഇനം പ്രാണികൾ. അപ്പോഴാണ് നമ്മൾ ജന്തുലോകം എത്ര വൈവിധ്യപൂർണ്ണമാണ് എന്ന് മനസ്സിലാക്കുക. ഈ കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കാൻ പറയാനുള്ള കാര്യം, പ്രകൃതിയോടുള്ള നിങ്ങളുടെ സ്നേഹം, പ്രകൃതിയോടുള്ള നിങ്ങളുടെ താല്പര്യം ഇതുവഴി വർദ്ധിച്ചു വരും. അങ്ങനെ നമുക്ക് തുമ്പികളുടെ പിന്നാലെ പോകുമ്പം തുമ്പികൾ എവിടെയാണ് മുട്ടയിടുന്നത്?
വെള്ളത്തിലാണ് മുട്ടയിടുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും തുമ്പി ഇങ്ങനെ വെള്ളത്തിൽ തുള്ളി കളിക്കുന്നത്. ഈ മുട്ടയിട്ട തുമ്പിയുടെ മുട്ട വിരിഞ്ഞൊരു ലാർവ, ഈ ലാർവ ഒരുപാട് കൊതുക് കൂത്താടികൾ ആഹരിക്കും. അപ്പോൾ കൊതുകിനെ കൺട്രോൾ ചെയ്യുന്നതിൽ ആർക്ക് പങ്കുണ്ട്? തുമ്പിക്ക് പങ്കുണ്ട്, തവളകൾക്ക് പങ്കുണ്ട്. തവളകളും തുമ്പികളും വെള്ളത്തിൽ മുട്ടയിടുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, വെള്ളം വേണ്ടേ മുട്ടയിടാൻ? അപ്പം നമ്മുടെ പരിസരത്തിൽ കുളം വേണം. എന്ത് പറ്റി നമ്മുടെ കുളങ്ങൾക്കെല്ലാം? സമീപകാലത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയത്, വെള്ളമൊക്കെ ടാപ്പിൽ കൂടെ വരും, അതൊക്കെ നമുക്ക് ഇഷ്ടംപോലെ കിട്ടും എന്നായിരുന്നു. ഇപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നു, ടാപ്പിൽ വരുന്ന വെള്ളം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ തൊടിയിലും പറമ്പിലും ഒക്കെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തണം. വെള്ളം ഒഴുകിപ്പോകുന്നത് നമ്മൾ കുറച്ചു കൊണ്ടുവരാൻ നമ്മുടെ തൊടിയിൽ കയ്യാലകൾ പണിയണം, അല്ലെങ്കിൽ വരമ്പിട്ട് നിർത്തണം, മണ്ണൊലിപ്പ് തടയണം, അല്ലെങ്കിൽ നമ്മുടെ മേൽമണ്ണ് മുഴുവൻ ഒഴുകിപ്പോകും. അങ്ങനെയാണ് ആദ്യ മഴയിൽ തന്നെ, ഈ ജൂൺ മാസത്തിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു, മഴ പെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ തോടുകളും പുഴകളും കലങ്ങി മറിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ തൊടിയിലെ മണ്ണാണല്ലോ ഈ കലങ്ങി ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് തൊടിയിലെ മണ്ണ് ഒഴുകിപ്പോയത്? നമ്മളവിടെ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്താത്തത് കൊണ്ടാണ്. ഈ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് നമ്മൾ വലിയവരുടെ പ്രവർത്തനമാണ്. പക്ഷെ കുട്ടികൾക്ക് അത് ഒരു കാര്യമുണ്ട്. നിങ്ങളിതിനെക്കുറിച്ചൊരു പഠനം നടത്തുമ്പോൾ എന്തുമാത്രം മണ്ണൊഴുകിപ്പോയി, ആ മണ്ണൊഴുകിപ്പോയതെല്ലാം നമ്മുടെ ചെറു താഴ്വാരങ്ങളിലെ കുളങ്ങളിലെ ഒക്കെ ഒഴുകിച്ചെന്ന് അതെല്ലാം ഇല്ലാതായിത്തീരുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ കുളങ്ങൾ ഇല്ലാതായി തീരുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, മത്സ്യങ്ങൾ മുട്ടയിടാൻ വരുന്നത് കുളത്തിലേക്കാവും, അല്ലെങ്കിൽ കുളത്തോട് ചേർന്നുള്ള തോടുകളിലേക്കോ വയലുകളിലേക്കാണ്. ഇപ്പം മത്സ്യങ്ങളുടെ പ്രജനന സമയമാണ്. മത്സ്യങ്ങളിങ്ങനെ വരുന്നത്, നമ്മളതിനെ വെട്ടിപ്പിടിക്കുന്നത്, യഥാർത്ഥത്തിൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സമയത്ത് അവർ മുട്ടയിടുന്നതാണ്. കടലിൽ ട്രോളിംഗ് ഒക്കെ നിരോധിച്ച പോലെ തന്നെ ശുദ്ധജല മത്സ്യങ്ങളെ പിടിക്കുന്നതും കുളത്തിലെയും പുഴയിലെയും തോടുകളിലെയും മത്സ്യങ്ങളെ ഈ സമയത്ത് പിടിക്കുന്നതും തെറ്റായ കാര്യമാണ്. അത് വഴി എന്താണ് സംഭവിക്കുക? മത്സ്യങ്ങളുടെ എണ്ണം കുത്തനെ കുറയും. ശുദ്ധജല മത്സ്യങ്ങളുടെ എണ്ണം അനുദിനം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം അവർ മുട്ടയിടുന്ന വയലുകളുടെ എണ്ണം, അവർ സഞ്ചരിക്കുന്ന തോടുകൾ ഇടുങ്ങിപ്പോയത്, ഒരു പുതിയ വളരെ വലിയ അപകടകരമായിട്ട് ഒരു സംവിധാനങ്ങൾ നമ്മൾ മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കുന്നത്. ഇപ്പം നഞ്ഞു കലക്കുക എന്ന ഒരു പ്രയോഗമുണ്ട്, നഞ്ഞു കലക്കുന്ന രീതിയുണ്ട്. അതുവഴി വിഷമാണ് കലക്കുന്നത്. അല്ലെങ്കിൽ ഇൻവെർട്ടറും കറണ്ടും ഉപയോഗിച്ചിട്ട് മത്സ്യങ്ങളെ പിടിക്കുന്നത് കാണാം. അപകടകരമായ രീതിയിൽ മത്സ്യങ്ങളെ മൊത്തം കൊന്നൊടുക്കിയിട്ടാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഈ രീതിയിലുള്ള വലിയ വലിയ കാര്യങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. മറുഭാഗത്ത് നമുക്കറിയാം, നമ്മൾ കടയിൽ നിന്ന് ധാരാളം പ്ലാസ്റ്റിക്കുകൾ വീട്ടിലെത്തിക്കുന്നു. എന്താണ് എത്തിച്ച പ്ലാസ്റ്റിക് നമ്മൾ ചെയ്യുന്നത്? ഈ പ്ലാസ്റ്റിക് നമ്മൾ സംസ്കരണശാലയിലേക്ക് എത്തിക്കണം എന്നാണ്. കുട്ടികൾ വീട്ടിൽ ഒരു കണക്കെടുക്കൂ. നിങ്ങൾ വീട്ടിലേക്ക് എത്തിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർ എത്തിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഉപയോഗം കഴിഞ്ഞ് നമ്മുടെ മഷിപ്പേൻ എന്ത് ചെയ്യുന്നു? ഉപയോഗം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ പഴയ യന്ത്രങ്ങളിലെ പഴയ പലതരത്തിലുള്ള കമ്പ്യൂട്ടറുകളും മൊബൈലുകളും ഇതിൻ്റെയൊക്കെ പാർട്സുകൾ എന്ത് ചെയ്യുന്നു? ഇതെല്ലാം മണ്ണിലേക്കും, മണ്ണിൽ നിന്ന് പുഴയിലേക്കും, പുഴയിൽ നിന്ന് കടലിലേക്കും ഒക്കെ ഒഴുകിപ്പോയാൽ അവിടെയുള്ള ജീവലോകത്തിനൊക്കെ അപകടം സംഭവിക്കുക. ഇത് കത്തിച്ചാൽ അതിലേറെ അപകടം സംഭവിക്കുക. ഈ രീതിയിൽ നമ്മൾ നമ്മുടെ മാലിന്യങ്ങളിലേക്ക് ഒരു നോട്ടം, ഒരു ശ്രദ്ധ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ മാലിന്യങ്ങൾ തന്നെ ഇല്ലാതായിത്തീരും. മാലിന്യം എന്നുള്ള വസ്തു എന്താണ്? യഥാർത്ഥത്തിൽ അതൊരു വിഭവമാണ്. അപ്പം വിഭവങ്ങൾ സ്ഥാനം തെറ്റിയതാണ് മാലിന്യം എന്ന് പറയുന്നത്. ഒരു വിഭവം സ്ഥാനം തെറ്റി കടന്നാൽ മാലിന്യം. ഉദാഹരണത്തിന് ഒരു കീസ്, അത് തൊടിയിൽ എവിടെയെങ്കിലും കടക്കുമ്പോൾ അതൊരു മാലിന്യമാണ്. എന്നാൽ ആ കീസിൽ നിങ്ങൾ സാധനം കൊണ്ടുവരുമ്പോൾ അതൊരു മാലിന്യമല്ല, അതൊരു വിഭവമാണ്. അപ്പോൾ വിഭവം എന്ന നിലയിൽ നിങ്ങൾ ഇതിനൊക്കെ സമീപിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും, നമ്മൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നതാണ് ഈ മാലിന്യമായി തീരുന്നത്. അപ്പം മാലിന്യമില്ലാത്ത ഒരു ക്യാമ്പസ്, മാലിന്യമില്ലാത്ത ഒരു വീട്ടു പരിസരം, മാലിന്യമില്ലാത്ത ഒരു വീട്, ഇതൊക്കെ നമ്മൾ ഈ ദിനത്തിൽ ആലോചിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മളുടെ ചുറ്റുമുള്ള ഒട്ടനവധി മാലിന്യങ്ങൾക്ക് നമ്മൾ തന്നെയാണ് പരിഹാരം. കഴിഞ്ഞ ജൈവവൈവിധ്യ ദിനത്തിൽ മെയ് മാസത്തിലൊരു ജൈവവൈവിധ്യ ദിനം ഉണ്ടായിരുന്നു. അന്ന് നമ്മൾ തന്നെയാണ് പരിഹാരം എന്നാണ് മുദ്രാവാക്യം. നമ്മളാണ് പോലും പരിഹാരം. അപ്പോൾ നമ്മളാണ് പ്രശ്നക്കാർ. ആ പ്രശ്നക്കാരായ നമ്മൾ തന്നെയാണ് പരിഹാരം കാണേണ്ടത്. അപ്പം മക്കളെ, നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ജീവലോകത്തിലൂടെ സഞ്ചരിക്കുകയും പ്രകൃതിയിലേക്ക് ഇറങ്ങി ചെല്ലുകയും ചെയ്യണം. ആ യാത്രയിലൂടെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കും, എനിക്ക് ചുറ്റും ഒരു വലിയ ലോകമുണ്ട്, അവർക്കും ജീവിക്കാനുള്ള ഒരു ഇടമാണ് ഈ ഭൂമി എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുളങ്ങളെ സംരക്ഷിക്കണം. പണ്ടെല്ലാം കുളങ്ങളെ സംരക്ഷിക്കണം എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ റെസ്റ്റോറേഷൻ അല്ലെങ്കിൽ പുനഃസ്ഥാപനം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. നമ്മുടെ നദികൾ മലിനപ്പെട്ടിരിക്കുന്നു. ആ മലിനപ്പെട്ട നദികളെ നമ്മൾ തിരിച്ചു പിടിക്കേണ്ടതുണ്ട്. അത് നമ്മളുടെ ചെറു കൈകൾ കൊണ്ട് ഈ വലിയ പ്രവർത്തനം ചെയ്യാൻ പറ്റുമോ എന്നാണ് ചിലർക്കെങ്കിലും തോന്നുന്നത്. തീർച്ചയായും നമ്മൾ ഓരോരുത്തരുമാണ് മാറേണ്ടത്.
വിദ്യാർത്ഥി സമൂഹം മാറുന്നതോടുകൂടി വരും തലമുറ മാറും. അങ്ങനെ നമ്മളെ നാട്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ മാലിന്യങ്ങൾ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യും. നമുക്ക് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ ശ്രദ്ധിച്ച് നമ്മൾ ഉപയോഗപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഇവയെക്കുറിച്ചൊക്കെ ജനങ്ങൾക്കിടയിൽ നമ്മൾ ബോധവൽക്കരണം നടത്തണം. നമ്മൾ എഴുതുന്ന കവിതകളിലൂടെ, ലേഖനങ്ങളിലൂടെ, ചിത്രങ്ങളിലൂടെ നിങ്ങൾ പ്രകൃതിയെ വർണ്ണിക്കണം. ആ പ്രകൃതിയിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കണം. ഈ രീതിയിലാണ് നമ്മൾ ഇനിയുള്ള കാലത്തെ അടയാളപ്പെടുത്തേണ്ടത്. അങ്ങനെ നമ്മുടെ സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും, ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുണ്ട്, നമ്മൾ ഓരോരുത്തരും ഈ ഭൂമിയെക്കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട സമയമാണിത്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചിരിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനത്തിന് അനന്തരഫലമായിട്ട് സൈക്ലോണുകൾ, ചുഴലിക്കാറ്റുകൾ ഉണ്ടാകുന്നു. ഈ ചുഴലിക്കാറ്റുകൾക്കൊടുവിൽ നമുക്കറിയാം പേമാരി ചിലപ്പോൾ വരുന്നു. ഈ ചുഴലിയും പേമാരിയും മലയിടിച്ചിലിനും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും തുടർന്ന് വെള്ളപ്പൊക്കത്തിനും കാരണമായിത്തീരുന്നു. വെള്ളപ്പൊക്കത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചവരാണ് നമ്മൾ. അപ്പോൾ ലോകത്താകമാനമുള്ള മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ. നമ്മളുടെ പ്രവർത്തനങ്ങളായിക്കൊള്ളണമെന്നില്ല, പക്ഷെ ഫലം അനുഭവിക്കുന്നതോ നമ്മൾ ഓരോരുത്തരും. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കേരളത്തിലെ മുഴുവൻ വിദ്യാർത്ഥികളും ഈ ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിക്കുകയും തങ്ങളാലാകുന്ന രീതിയിൽ, പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ജീവിക്കുകയും നമുക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങൾ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങൾ, അതും ഇതിൻ്റെ ഭാഗം തന്നെയാണ്. നമ്മൾ മരം നട്ട് വളർത്തണം, ഒപ്പം തന്നെ നമ്മൾ കൃഷി ചെയ്യണം. അതോടൊപ്പം തന്നെ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ ശ്രദ്ധിക്കണം. ജൈവലോകത്തെക്കുറിച്ചുള്ള പഠനങ്ങൾ നടത്തണം. അവയൊക്കെ നിരീക്ഷിക്കലാകണം നമ്മുടെ പ്രധാനപ്പെട്ട വിനോദം, ഹോബി എന്നുള്ളത്. ഈ രീതിയിലാണ് നമ്മൾ ഈ ദിനത്തിൻ്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. അങ്ങനെ ഒരു കാലത്ത്, കഴിഞ്ഞ കാലത്ത് എങ്ങനെയായിരുന്നുവോ ഈ ഭൂമി, എങ്ങനെയായിരുന്നുവോ ഈ കുന്നും മലകളും കടലും പുഴയും താഴ്വാരങ്ങളും, അതേ അവസ്ഥയിലേക്ക് ഇതിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. കൂട്ടായ ശ്രമങ്ങളിലൂടെ നമുക്കിതിന് തുടക്കം കുറിക്കാം. എല്ലാവർക്കും ഈ പരിസ്ഥിതി ദിനത്തിലെ ഈ ഒരു നന്മ നിറഞ്ഞ സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ കുടിയത്തൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ഷംസുലത്ത് ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രമുഖനായ എഴുത്തുകാരനും സാഹിത്യകാരനുമായ കാരശ്ശേരി മാഷ്, നമ്മുടെ പ്രിയപ്പെട്ട ജൈനമ്മ ടീച്ചർ, നമ്മുടെ പരിസ്ഥിതി ദിന സന്ദേശം നൽകുന്ന ഹാമിദ് അലി വാഴക്കാട്, നാസർ മാഷ്, നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ PC അബ്ദുറഹ്മാൻ സാർ, SPCയെ കൈകാര്യം ചെയ്യുന്ന സലീം സാറ്, അതുപോലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ജൂൺ 5 പരിസ്ഥിതി ദിനാഘോഷത്തിൻ്റെ ഭാഗമായി നാം വിപുലമായ പരിപാടികളാണ് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി കുട്ടികളിൽ പ്രകൃതി സ്നേഹവും പ്രകൃതിയോ ഇന്നനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളുമെല്ലാം അവരെ ബോധവൽക്കരിച്ചുകൊണ്ട് നാളെ പ്രകൃതി സ്നേഹികളായ, പ്രകൃതി സംരക്ഷകരായ ആളുകളാക്കി നമ്മളെ കുട്ടികളെ വളർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള വിപുലമായ പദ്ധതികൾ നമ്മൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പരിപാടി പൊതുവെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കാരശ്ശേരി മാഷെ ലഭിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായ, സന്തോഷകരമായ ഒരു കാര്യമാണ്. നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റും SPC യൂണിറ്റും കൂടി സംയുക്തമായി നമ്മുടെ സ്ഥാപനത്തിൽ ഏതാണ്ട് 2 വർഷത്തോളം നിലനിൽക്കുന്ന ഫലവൃക്ഷ തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഏറ്റവും അഭിമാനാർഹമായ ഒരു പ്രോജക്റ്റ്, ആ പ്രോജക്റ്റിന് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷ ബഹുമാന്യ ഷംസുലത്ത് ആണ്. അവരെ ലഭിച്ചത് ഒരു ഭാഗ്യമാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ HM, അതുപോലെ മറ്റ് അധ്യാപകന്മാരെ, പരിസ്ഥിതി സംരക്ഷകൻ ശ്രീ ഹമീദ് സാർ, മറ്റ് PTA അംഗങ്ങളെ, അധ്യാപകന്മാരെ, നമ്മുടെ കുടിയത്തൂർ PTM ഹയർ സെക്കൻഡറിയെ സംബന്ധിച്ചിടത്തോളം വളരെ മാതൃകാപരമായ, നാടിനും നാട്ടുകാർക്കും എല്ലാം അഭിമാനകരമായ പ്രവർത്തനങ്ങളാണ് ചെയ്തു വരുന്നത്. ഞാൻ ഇവിടെ പഠിച്ചൊരു വിദ്യാർത്ഥിയായ എന്ന കാര്യത്തിൽ എനിക്ക് വളരെയധികം അഭിമാനം തോന്നുകയാണ്. നാളെ ജൂൺ 5 പരിസ്ഥിതി ദിനം. ഓരോ സ്കൂളിലും ഓരോ പൊതുസ്ഥലങ്ങളിലും ഒരു ചെടിത്തട്ട് ഉദ്ഘാടനം ചെയ്ത് ആ ഒരു പരിപാടി അതിൽ അവസാനിപ്പിക്കുമ്പോൾ നമ്മുടെ PTM ഹയർ സെക്കൻഡറി സ്കൂള് ഈ ഒരു ദിനാചരണം, പരിസ്ഥിതി ദിനാചരണം
ഒരു പ്രത്യേക പ്രോജക്റ്റാക്കി വെച്ചുകൊണ്ട് നമ്മുടെ സ്കൂളിൻ്റെ ചുറ്റുപാടും അതുപോലെ നമ്മുടെ സ്കൂളിലേക്ക് വരുന്ന റോഡിൻ്റെ വഴിയോരങ്ങളിലെല്ലാം ഫ്രൂട്ട്സ് തൈ നട്ടുകൊണ്ട് വളരെ വിപുലമായ ഒരു പ്രോജക്റ്റ് വളരെ മനോഹരമായ രീതിയിൽ നടത്തി വരാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വളരെയധികം അഭിമാനം തോന്നിയാണ്. ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സ്കൂൾ അധ്യാപകരെയും അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് കുട്ടികൾ, അവരെ ടീച്ചേഴ്സ് എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇതിലെ പൂർണ്ണ സപ്പോർട്ടോടുകൂടി പഞ്ചായത്ത് ഭരണസമിതി എന്നും കൂടെ ഉണ്ടാവും എന്ന് ഓർമ്മിച്ചുകൊണ്ട് വളരെ സന്തോഷപൂർവ്വം ഈ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ അറിയിക്കുന്നു. നന്ദി. പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി നമ്മളും അതിൽ പങ്കാളികളാവുകയാണ്. കൊടിയത്തൂർ VTM ഹയർ സെക്കൻഡറി സ്കൂളും നമ്മുടേതായ പങ്കാളിത്തം നമ്മുടെ സ്കൂളിന്റെ ചുറ്റുഭാഗങ്ങളും തൈകളും മരങ്ങളും വെച്ചുപിടിപ്പിച്ച് സൗന്ദര്യവൽക്കരണം നടത്തൽ ആവശ്യമാണ്. ഓരോ പരിസ്ഥിതി ദിനത്തിലും ഓരോ വ്യക്തിയും ഓരോ തൈ നട്ട് ഈ പ്രകൃതിയെ സംരക്ഷിക്കുക, സൗന്ദര്യവൽക്കരണം നടത്തുക എന്നുള്ള ബോധ്യം നമുക്കുണ്ടാവണം. ഒപ്പം തന്നെ മഴക്കാലം ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പരിസരങ്ങൾ, സ്കൂളിന്റെ ചുറ്റും കൊതുക് ലാർവകൾ മുട്ട വിരിഞ്ഞ് കൊതുകുകൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ടാവാം. പല പ്ലാസ്റ്റിക് സാധനങ്ങളിലും വെള്ളം കെട്ടി ഇതിനൊരു പ്രചോദനം നൽകും കൊതുക് വളരുന്നതിന്. അതുകൊണ്ട് തന്നെ അവയെല്ലാം ശുചീകരിച്ച് വൃത്തിയാക്കി നിങ്ങളുടെ ഓരോ കൈകളിൽ നിന്ന് ഓരോ തൈകൾ നട്ട് സൗന്ദര്യവൽക്കരണം നടത്തുക. ഒപ്പം തന്നെ ഈ പ്രത്യേക കോവിഡ് സമയത്ത് നാം സ്കൂളിൽ എല്ലാവരും എത്തുന്നില്ലെങ്കിലും ശരി, നമ്മുടെ വീടും പരിസരവും ഇത്തരം കൊതുക് ലാർവകളെ നശിപ്പിച്ച് ഒപ്പം നിങ്ങളെ ഓരോ വിദ്യാർത്ഥിയുടെയും ഓരോ കൈ കൊണ്ട് ഓരോ തൈ ഓരോ ചെടി നട്ട് ഈ പ്രകൃതിയെ സൗന്ദര്യവൽക്കരണം നടത്തുവാൻ നിങ്ങളും പങ്കാളികളാവുക എന്ന് പ്രത്യേകം അറിയിച്ചുകൊണ്ട് എല്ലാവർക്കും സവിതാ ഭാവങ്ങളും നേരട്ടെ. ജയ് ഭാരത്.